വഹിച്ചത്. ഭൂമിയുടെ എവിടങ്ങളിലെല്ലാം വിശ്വാസികളുണ്ടോ അവരിലേക്കെല്ലാം സന്തോഷത്തിന്റെ, അനുഗ്രഹങ്ങളുടെ, ബർക്കത്തിന്റെ പരിശുദ്ധമായ മാസമാകുന്ന റമളാൻ ശരീഫ് കടന്നു വരുന്നതിലൂടെ വിശ്വാസികൾ വലിയൊരു പ്രതീക്ഷയോടുകൂടെ ഈ പരിശുദ്ധ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ശുഭസുന്ദര മുഹൂർത്തത്തിലാണ് നാം. ഈ മാസത്തെ സംബന്ധിച്ച് ഷഹ്റും മുബാറക്ക എന്താണ് പറയുന്നത്? അറബികൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകും. ബർക്കത്താക്കപ്പെട്ട മാസം ആണിത്. ബർക്കത്ത് എന്ന് പറയുമ്പോൾ വർധനവ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം എന്തെല്ലാം ചെയ്യുന്നോ അതിനെല്ലാം അല്ലാഹു വർധനവ് നൽകുന്നു, ഇരട്ടി പ്രതിഫലം നൽകുന്നു. ചുരുക്കി പറഞ്ഞാൽ ആരാധനയുടെ സീസൺ, ഓരോ ബിസിനസ്സുകളുടെയും സീസൺ വരാറുണ്ട് എന്നതുപോലെ ആരാധനയുടെ ഒരു സീസണായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ ശരീഫിനെ നമുക്കൊരുക്കിയിരിക്കുന്നത്. റമളാനിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് നമ്മളുടെ ആരാധനകൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടി തഖ്വയോടെ, ഭക്തിയോടുകൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരായി നിൽക്കാനുള്ള ശുഭസുന്ദര മുഹൂർത്തം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച ഒരു ഹദീസ് നമ്മൾ മിമ്പറിൽ നിന്ന് കേൾക്കുകയുണ്ടായി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ ആസന്നമായാൽ തന്റെ സഹാബാക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, ഖദ് ജാഅക്കും റമളാൻ, നിങ്ങൾക്കിതാ റമളാൻ ശരീഫ് കടന്നു വന്നിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, ബർക്കത്താക്കപ്പെട്ട മാസമാണ്. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ അതിന്റെ ഫലം എത്രയോ ഇരട്ടി റമളാനിലാകുമ്പോൾ അല്ലാഹു നൽകും. അതുപോലെ ഓരോ കാര്യങ്ങൾക്കും അല്ലാഹു തആല നിരവധി വർധനവ് അല്ലാഹു തആല നൽകും. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ വർധനവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇഷ്ടം പോലെ നമ്മൾ കണക്ക് കൂട്ടുന്നതിന്റെ അപ്പുറം ഈ ചെറിയ മാസം കൊണ്ട് ഒരൊറ്റ 29-30 ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാനുള്ള, അള്ളാഹുവിന്റെ സ്വർഗീയാരാമത്തിൽ ചെന്നിറങ്ങാനുള്ള ഒരു കപ്പൽ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് പോലെ ഈ പരിശുദ്ധമായ റമളാൻ ശരീഫിനെ റസൂലുള്ള പരിചയപ്പെടുത്തുന്നത് ഷഹ്റുൻ മുബാറക്കുൻ ഖദ് ജാഅക്കും റമളാൻ, മുബാറക്കായ ബർക്കത്താക്കപ്പെട്ട മാസം. ഇഫ്തറല്ലാഹു അലൈക്കും സിയാമഹു, ഈ മാസത്തിലെ നോമ്പ് അല്ലാഹു നിങ്ങൾക്ക് ഫർളാക്കിയിരിക്കുന്നു. തുഫ്തഹ് ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗീയ കവാടങ്ങൾ ഈ മാസത്തിൽ തുറക്കപ്പെടുകയാണ്. വതുഗ്ലഖ് ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയാണ്. വതുഅല്ലു ഫീഹി ശയാത്തീൻ, പിശാചുകൾ ബന്ധനത്തിലാക്കപ്പെടുന്ന മാസമാണ്. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി റമളാനിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വമൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം. പ്രവാചകന്റെ ആ വാക്ക് വല്ലാത്തൊരു പ്രയോഗമാണ്. ആരെങ്കിലും ഈ റമളാനു ശരീഫിലെ പുണ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ നിന്ന് അതിനെ തൊട്ട് അലസതയോടെ അല്ലെങ്കിൽ മടി കാണിച്ചുകൊണ്ട് ആരെങ്കിലും ഈ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിൽ നിന്ന് മാറിപ്പോയാൽ, ഈ നേട്ടങ്ങൾ നേടിയെടുക്കാതെ ഒരാൾ അശ്രദ്ധയിലായി പോയാൽ ഫഖദ് ഹുരിം, അവൻ തടയപ്പെട്ടു പോയി. എല്ലാ അനുഗ്രഹങ്ങളെ തൊട്ടും അവൻ തടയപ്പെട്ടു എന്നാണ് അള്ളാന്റെ റസൂല് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഹദീസിനെ പണ്ഡിത ലോകം വിലയിരുത്തിയത് ഖതീബ് ഉണർത്തുകയുണ്ടായി. അതായത് ഈ ഹദീസ് എന്നുള്ളത് ഒരു അടിസ്ഥാന രേഖയാണ്. അസ്ലുൻ ഫീ തഹ്നിഅത്തിൻ നാസി ബൈനഹും, ഖതീബ് പ്രത്യേകം ഉണർത്തി. ഓരോ വിശ്വാസിയും അവന് ബന്ധമുള്ള ആളുകളെ സമീപിച്ച് ഇതാ റമളാൻ കടന്നു വരുന്നു, അതിന് നമുക്ക് റെഡിയാവണം, തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കൃത്യമായി റമളാനിനെ കുറിച്ചുള്ള ശ്രദ്ധ ആളുകളുടെ മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കേണ്ട ബാധ്യത ഓരോ വിശ്വാസിക്കുമുണ്ട്. നമ്മുടെ കുടുംബത്തിലും അയൽപക്കങ്ങളിലും നാം ആരോടൊക്കെ ബന്ധപ്പെടുന്നു അവിടെയൊക്കെ ഈ ഹദീത്തിന്റെ വെളിച്ചത്തിൽ റസൂലുള്ള റമളാൻ വന്നപ്പോ സഹാബാക്കളെ വിളിച്ചുകൊണ്ട് പ്രത്യേകമായി ഈ കാര്യം ഉണർത്തിയതുപോലെ നമ്മളും തന്നെ
നമ്മോട് ബന്ധപ്പെട്ട ആളുകളോട് വീട്ടിലേക്ക് വിളിച്ചിട്ട് അല്ലെങ്കിൽ ആരോടൊക്കെ നമുക്ക് ബന്ധമുണ്ടോ അവരോടൊക്കെ റമളാനിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുന്നത് പുണ്യമുള്ള കാര്യമാണ് എന്നതിന്റെ അടിസ്ഥാന രേഖയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും ശുഹ്റു റമളാൻ ശഹ്റുൻ മുബാറക്, വിശ്വാസികളെ ഇതാ റമളാൻ ശരീഫ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നാമും പറയേണ്ടതുണ്ട് എന്ന് ഭാരതന്മാരായ സലഫുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ റമളാനു ഷരീഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ അതൊക്കെ ചെയ്യുക. അതിന്റെ പ്രതിഫലം അള്ളാഹ് കണക്ക് കൂട്ടും. നമുക്കതിന്റെ കണക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പറയുകയുണ്ടായി, ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നേരിട്ട് പറയുന്ന കാര്യമായിക്കൊണ്ട് റസൂലുള്ള അവിടുത്തെ സഹാബാക്കളെ പഠിപ്പിക്കുന്ന ഹദീസാണ് ഖുദ്സിയ ഹദീസ് എന്ന് പറഞ്ഞത്. അതായത് അള്ളാഹ് പറഞ്ഞു മുസാഫിൽ ഇല്ലാത്ത കാര്യം, മുസാഫിൽ ഇല്ലാതെ പ്രവാചകന്റെ വാക്കിലൂടെ പറയുന്ന കാര്യം അള്ളാഹ് പറയാണ്, ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞ് നബി പറയുന്നതിനാണ് ഖുദ്സിയ ഹദീസ് എന്ന് പറഞ്ഞത്. ആ ഖുദ്സിയ ഹദീസാണ് നമ്മൾ ഇന്ന് മുമ്പിൽ കേട്ടത്. എന്താണ് അള്ളാഹു പറയുന്നത്? കുല്ലു അമലിബിന് ആദമ ലഹു, മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ മുഴുവനും അവനുള്ളതാണ്. ഇല്ല സിയാം, നോമ്പൊഴികെ. നോമ്പ് അവനുള്ളതല്ല. ഫഇന്നഹു ലീ വ അന അജ്സി ബി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ നൽകുന്നതാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? സഹോദരങ്ങളെ, നമ്മൾ നമസ്കരിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാ, ഹജ്ജ് ചെയ്യുന്നത്, സക്കാത്ത് ഒക്കെ അള്ളാഹുവിന് വേണ്ടിയാ. എന്നാൽ അള്ളാഹ് പറയാണ് നോമ്പ് എനിക്കാണ്, മറ്റുള്ളത് മുഴുവനും മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ നോമ്പ് എന്ന് പറയുന്നത് മറ്റ് ഇബാദത്തുകളെ പോലെയല്ല. നമസ്കരിക്കുമ്പോ മറ്റുള്ളവർക്ക് കാണാം, ഹജ്ജ് ചെയ്യുമ്പോ കാണാം, സക്കാത്ത് കൊടുക്കുമ്പോ കാണാം. പക്ഷേ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മളും നമ്മുടെ റബ്ബ് തആലയും തമ്മിലുള്ള വർണ്ണിക്കാനും വിവരിക്കാനും നിർവചിക്കാനുമാവാത്ത ഒരു ബന്ധമാണ് റമളാനിലെ നോമ്പിലൂടെ അരങ്ങേറുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മുടെ റബ്ബിനെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ വിചാര വികാരങ്ങളിൽ നിന്നും ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുകയാണ്. നാം മാനസികമായി റബ്ബിനോട് അടുത്തില്ലെങ്കിൽ നമ്മുടെ നോമ്പ് ശരിയല്ല. അപ്പോൾ അള്ളാഹു തആല പറയുന്നു നോമ്പ് എന്റേതാണ്, അത് എനിക്കുള്ളതാണ്, മറ്റേ അമലുകളെ പോലെയല്ല. എന്നിട്ട് അള്ളാഹ് പറയാ എല്ലാ അമലുകൾക്കും ഇരട്ടി പ്രതിഫലം നൽകും. 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ഞാൻ നൽകും. എന്നാൽ നോമ്പിനെ അങ്ങനെയല്ല. നോമ്പിന്റെ ഇരട്ടി നിങ്ങളുടെ മെമ്മറിയുടെ ഉള്ളിൽ കൊള്ളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ നോമ്പിന്റെ ഇരട്ടി എത്രയാണ് അതിന്റെ പ്രതിഫലം എന്നുള്ളത് മനുഷ്യന് കണക്കാക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ സഹോദരങ്ങളെ ആലോചിക്കേണ്ടത്, വളരെ ചുരുങ്ങിയ കാലയളവിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് അന്ത്യമില്ലാത്ത കാലത്തോളം സ്വർഗത്തിൽ കഴിയണമെങ്കിൽ അതിനുള്ള അമല് നമുക്ക് ചെയ്യാൻ ഇവിടെ സാധിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളത് 100% ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അള്ളാഹ് പറയുന്നു നോമ്പിന്റെ പ്രതിഫലം എത്രയാണ്, ഇപ്പൊ നമുക്ക് ഇബാദത്ത് എടുത്താൽ എത്ര ഇബാദത്ത് എടുത്തു നമുക്ക് അറിയാൻ കഴിയും. പക്ഷെ നോമ്പിന് നമ്മൾ ഈ നോമ്പനുഷ്ഠിച്ച് അതിൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ പ്രതിഫലം എത്ര എന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല. നിങ്ങളുടെ മെമ്മറി അതിൽ പാകപ്പെട്ടിട്ടില്ല. അതിന്റെ പ്രതിഫലം അള്ളാഹ് തരും. അപ്പൊ നോക്കൂ നിങ്ങൾ, അന്ത്യമില്ലാത്ത കാലത്തോളം സ്വർഗത്തിൽ കഴിയാൻ ഇതിലേറെ വലിയൊരു ചാൻസ് നമുക്ക് വേറെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇദാ കാന സൗമു അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്, നോമ്പായി കഴിഞ്ഞ് ഞങ്ങൾ അനാവശ്യ കാര്യങ്ങളൊന്നും ചെയ്തു പോകരുത് എന്നിട്ട് പറയാം. ആരെങ്കിലും വല്ല തെറ്റായ വാക്കും പറയുകയാണെങ്കിൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഖലൂഫു ഫംസാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റിഹിൽ മിസ്കി, പടച്ച റബ്ബ് തന്നെയാണ് സത്യം. നിങ്ങൾ റമളാനിന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് ദുർഗന്ധം വന്നേക്കാം. ആ ദുർഗന്ധമുണ്ടല്ലോ, അത്യബു ഇൻദല്ലാഹി മിൻ റിഹിൽ മിസ്ക്, കസ്തൂരിയേക്കാൾ ഏറ്റവും സുഗന്ധമുള്ളതാണല്ലോ കസ്തൂരി. ആ കസ്തൂരിയേക്കാൾ സുഗന്ധമായിരിക്കും നാളെ മഹ്ശറയിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ആ വായുടെ സ്മെല്ല് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗീയ ലോകത്ത് നിങ്ങൾക്ക് അത് കാരണം നിങ്ങളുടെ വായക്ക് കസ്തൂരിയേക്കാൾ സുഗന്ധം ലഭ്യമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ റമളാനിൽ എന്തെല്ലാം പ്രയാസങ്ങൾ സഹിക്കുന്നു, ആ പ്രയാസങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്നു എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ റമളാൻ എങ്കിലും അതിൽ നിന്നൊരു തരിമ്പ് പോലും നഷ്ടപ്പെടാതെ ഇതിലെ ഖിയാമുൽ ലൈൽ, തറാവീഹ് നമസ്കാരം, അതുപോലെ ഏത്തിക്കാഫ്, അതുപോലെ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമ്മൾ റമളാനിൽ ചെയ്യുന്നു അതെല്ലാം ഖുതുബയിൽ പരാമർശിക്കപ്പെട്ടു. അതൊന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ, നല്ല രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഈ റമളാനിനെ എങ്കിലും എനിക്ക് മുറുക്കി പിടിക്കണം എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് പ്രത്യേകം ഖുതുബയിൽ നമ്മൾ കേട്ടു. എന്താ പറഞ്ഞത്? അസ്വിയാമു വൽ ഖിറാ, ഖുർആൻ പാരായണവും അതുപോലെ തന്നെ നോമ്പും, അത് രണ്ടും യശ്ഫഅനി യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. നാളെ മഹ്ശറയിൽ നമ്മൾ എല്ലാവരും ഭയവിഹ്വാലരായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ശുപാർശകനായി റമളാൻ നോമ്പ് വരുന്നു, നമുക്ക് ശുപാർശകനായി നമ്മുടെ ഖുർആൻ പാരായണം വരുന്നു. എത്ര വലിയ നേട്ടമാണ് റമളാനിലൂടെ നമ്മൾ ഈ ഒരു ത്യാഗം സഹിക്കുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഖുതുബയിൽ ഖതീബ് അവറുകൾ പ്രത്യേകം ഉണർത്തുകയുണ്ടായി, ഇത് ഖുർആനിന്റെ മാസമാണെന്ന് ഓർക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമാക്കിയ മാസമാണിത്. ഈ റമളാനിൽ ഖുർആൻ പാരായണം ചെയ്യുക മാത്രമല്ല, അതിന്റെ ഓരോ വചനങ്ങളും ചിന്തയോടുകൂടെ ചിന്തിച്ചുകൊണ്ട് അതിലുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പ്രഖ്യാപിക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസങ്ങളിലും ഖുർആൻ പാരായണം ചെയ്യും. എന്നാൽ റമളാനായാൽ പ്രവാചകന്റെ ആ ഖുർആൻ പാരായണം നിർത്തിയിട്ട് റമളാനിലേക്കുള്ള സ്പെഷ്യൽ ഖുർആൻ പാരായണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിക്കും. അതുപോലെ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് പരാമർശിച്ചു, മഹാനവറുകളുടെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചുകൊണ്ട് ഖുർആൻ ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ള മാർഗം അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള പരാമർശം നമ്മൾ കേട്ടു. മഹാനവറുകൾ പറയാൻ, തെർത്തിയിലായിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു രാത്രി മുഴുവനും നമസ്കരിക്കുന്നതിനേക്കാൾ, അതുപോലെ തന്നെ ഖുർആൻ മുഴുവനും പാരായണം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഖുർആൻ തെർത്തിയിലാക്കി ഓതുക എന്ന് പറഞ്ഞാൽ ചിന്തിച്ചുകൊണ്ട് സാവകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന് ഓതിക്കേൽപ്പിച്ചു കൊടുത്തതുപോലെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക. ഇത് നമ്മൾ പത്രവായന പോലെ എത്രയും പെട്ടെന്ന് ഹൈ സ്പീഡിൽ വായിച്ചുകൊണ്ട് ഒരു കത്തം തള്ളിയിട്ടു എന്ന് പറയുന്നതുണ്ടല്ലോ, അതിൽ യാതൊരു ഫലവുമില്ല. നമ്മൾ സാവകാശത്തിൽ ഖുർആന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചിട്ടയോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യുകയാണ് വേണ്ടത്. അത് ഖുർആനിൽ നിരവധി തവണ ഉറത്തിലിൽ ഖുർആനെ തെർത്തീല, ഖുർആനിനെ നീ തെർത്തീലാക്കി ഓതണം എന്ന് പറഞ്ഞ ചിന്തയോടുകൂടെ അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത്തെ ഖുതുബയിൽ നമ്മോട് പ്രത്യേകം ഉണർത്തിയത് റമളാൻ പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. അത് പരിഗണിക്കുക. നാളെ പരലോകത്ത് നമുക്ക് ഖുർആൻ ശുപാർശകനായി വരണം. അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാനു ശരീഫ് നമുക്ക് ശുപാർശകനായിട്ട് വരണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളെല്ലാം അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു നമുക്ക് നിറവേറ്റി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ അല്ലാഹു സ്വർഗീയ പൂങ്കാവനമാക്കുമാറാവട്ടെ. രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു തആല പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു മാതാവിന്റെയും പിതാവിന്റെയും സന്തതികളെ പോലെ ജീവിക്കാനുള്ള ഇസ്ലാമികമായ ഐക്യവും സൗഹൃദവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ ഊട്ടിയുറപ്പിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ജൽ ജമ്മന ഹാദാ ജമ്മ മർഹൂമ വതഫറഖന മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.